ഹാൻഡ് ഓഫ് മേഴ്സി എന്ന് പറഞ്ഞാൽ എൻ്റെ ജേണി തന്നെയായിരുന്നു കേട്ടോ. ഞാൻ 2017 ധ്യാനം കൂടുന്നത്. ഈശോ എന്നോട് സംസാരിച്ച പോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. യു ആർ പ്രഷ്യസ്, നീ വിലയുള്ളവളാണ് എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ബൈബിളിലൂടെ ഒരു ചേച്ചി എനിക്ക് കാണിച്ചു തരികയാണ്. ഈ സംഗതിയിലൂടെയാണ് ഞാൻ ദൈവാനുഭവം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നത്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്പിരിച്വൽ പാത്തിൽ തന്നെയായിരുന്നു. ഇതിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു സംഗതി എന്ന് പറയുന്നത്, ലൈഫിൽ കുറെ അൺഫെയർ ആയിട്ട് നടന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പിടുത്തം കിട്ടാത്ത ഒരു അലച്ചലിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് യേശു എന്ന അനുഭവത്തിലേക്ക് വന്നപ്പോൾ അതിന് പുറകിലൊക്കെയുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ദൈവം എന്നെ വളർത്തുകയായിരുന്നു, അല്ലെങ്കിൽ ദൈവം എന്നെ തന്നെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തരികയായിരുന്നു. എനിക്ക് ഏകാന്തത തന്നു, ഏകാന്തത ഞാൻ ദൈവത്തെ അനുഭവിച്ചെറിഞ്ഞു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്പിരിച്വാലിറ്റിയിൽ വളരാൻ തുടങ്ങി. അങ്ങനെ ദൈവം എന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണാക്കി മാറ്റുമായിരുന്നു. എല്ലാ തരത്തിലും ദൈവം എന്നെ പരിപോഷിപ്പിക്കുകയായിരുന്നു എന്ന് പറയാം. ഏതൊരു വ്യക്തിയെയും യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനൊരു വളർച്ച ഉണ്ടായിരിക്കും. ആറ്റുതീരത്ത് തട്ട മരം പോലെയാണ് യേശുവിലേക്ക് വന്ന ഒരു വ്യക്തി. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എസ്കേപ്പിസമായി മാറുന്ന വ്യക്തികളുണ്ട്. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്ത അതിനർത്ഥം ശിഷ്യന്മാരെന്താണ് 3 വർഷം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും അവർ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവരവരുടെ ദൗത്യത്തിലേക്ക് പോയി അല്ലേ. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിനെ പലരും ഒരു ഒളിസങ്കേതമായും ഒരു എസ്കേപ്പിസമായും റിയാലിറ്റിയെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട്, റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്പിരിച്വാലിറ്റിയിൽ കയറി ഒളിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാനും അല്ലെങ്കിൽ നിങ്ങളും പരിശോധിക്കേണ്ടത് ഇത് തന്നെയാണ്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ നിത്യജീവിതത്തിനെ നേരിടാനുള്ള ആത്മധൈര്യം എനിക്ക് തരുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് യുണീക്കാണ്, ഡിഫറെൻ്റ് ആണ്. ആ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ നേരിടാനുള്ള ഒരു കൃപയും ശക്തിയും പ്രയറിൽ നമുക്ക് കിട്ടുകയാണ്. അപ്പം ഞാനിപ്പോൾ പഴയതുപോലെ ഒരു സ്പിരിച്വൽ ലൈഫ് അല്ല എൻ്റെ ലൈഫിലുള്ള. എനിക്ക് തോന്നുന്നു ദൈവം തന്നെ അങ്ങനെയല്ല എന്നെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത്. ഞാൻ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാണ്, ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാണ്. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ എടുത്ത് ജീവിക്കാനാണ് കർത്താവ് പറഞ്ഞത്. പണ്ട് ഞാൻ ഏതൊരു കാര്യം വരുമ്പോഴും ആദ്യം കുറേ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇപ്പം അങ്ങനെയല്ല. മദർ തെരേസ പറഞ്ഞ പോലെ നമുക്കറിയാം, നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നു, നമുക്കറിയാം നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റിയെ ഏറ്റെടുക്കാനും ജീവിക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ നിങ്ങളെ തന്നെ പ്രാപ്തമാക്കുകയാണ് ഭക്തി, പ്രയർ ലൈഫ്, സ്പിരിച്വാലിറ്റി സഹായിക്കുന്നത്. അതല്ലാതെ നിങ്ങളെ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. അപ്പം ഞാനും എൻ്റെ ലൈഫിൻ്റെ ഒരു ഇതിലേക്ക് എത്തും. ഞാൻ സ്പിരിച്വലി വളരുന്ന വരെ ഞാൻ ഡിറ്റാച്ച്ഡായി നിന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. ഇനി ഇത് നീ നോക്കണം. അപ്പം നമ്മൾ ആത്മാവിൽ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ദൗത്യങ്ങളിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. അതല്ലാതെ നമ്മൾ പിന്നെയും ഇല്ല കർത്താവേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഇരുന്നോളാവേ, ഇല്ലെങ്കിൽ ഞാനിതങ്ങനെ ചെയ്തിങ്ങനെ ഇരുന്നോളാം എന്ന് പറയരുത്. പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം. നമ്മുടെ വിശ്വാസം നീതീകരിക്കപ്പെടുന്നതിന് നമ്മുടെ പ്രവൃത്തി കൂടെ ആവശ്യമുണ്ട്. ഈശോയുടെ പ്രേമുള്ളവരെ, ഈ വലിയ ഒരു യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിലൂടെ ദൈവം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒന്ന് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, എന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, ഒരുപാട് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്തവരുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തരുന്ന വചനം ഇങ്ങനെയാണ്: നീ സഹായിക്കാൻ വേണ്ടി ചുറ്റും നോക്കുക, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, നീ തന്നെയാണ് നിന്നെ സഹായിക്കേണ്ടത്. വൃത്തിൻ്റെ കയ്യിൽ നാണയം കൊടുത്തിട്ട് അത് കുഴിച്ചിടരുത്, അത് നമ്മൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിടുത്തം ദൈവം നിങ്ങൾക്ക് തന്നെ തരിക. നിങ്ങളുടെ ജീവിതം ദൈവം നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം എന്ന് പറയാം. ഞാനിവിടെ ഉണ്ട്, നീ നിൻ്റെ ജീവിതം ജീവിക്കുക, അങ്ങനെ പറയുന്ന ഒരു സ്റ്റേജ് സ്പിരിച്വാലിറ്റിയിലുണ്ട്. ഞാൻ ആ സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്. മുന്നോട്ട് പോവുക, ആളുകളോട് ഇടപെടുക, കാര്യങ്ങളെ ഫേസ് ചെയ്യുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ജോലിയാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മേഖല തുറന്നു കിട്ടാനാണ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഹ്യൂമൻ എന്ന നിലയിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യുക. പണ്ട് നിനക്ക് ആത്മീയ ശക്തി ഇല്ലായിരുന്നു, നിനക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞ് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണ്, നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതനുസരിച്ച് ശിഷ്യന്മാർ ദൗത്യത്തിലേക്ക് പോയ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ
വ്യക്തിപരമായ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റികളിൽ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിളികളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആവുകയാണ് വേണ്ടത്. അപ്പം എൻ്റെ ലൈഫിൽ ഇപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് കർത്താവ് തരുകയാണ്, എനിക്ക് കുറേ മാറ്റങ്ങൾ കർത്താവ് തരുകയാണ്, എന്നെ ശക്തിപ്പെടുത്തുകയാണ്, എന്നെ വളർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചേഞ്ച് വരുത്താനുണ്ട്. അത് ഞാൻ റിലീജിയസിൻ്റെ ബേസിലോ സ്പിരിച്വാലിറ്റിയുടെ ബേസിലോ ആയിരിക്കുകയല്ല, മറിച്ച് സാധാരണപ്പെട്ട മനുഷ്യർക്ക് ജാതി മത ഭേദമന്യേ ആളുകളുടെ ജീവിതത്തിൽ മനുഷ്യത്വത്തോടെ ഇടപെടുന്നതിനും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നതിനും എൻ്റെ ജീവിതം വഴിയോ എൻ്റെ വാക്ക് വഴിയോ എൻ്റെ പ്രവൃത്തി വഴിയോ എനിക്ക് സാധിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശു എന്ന അനുഭവം തന്നെ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു നല്ല മനുഷ്യനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ നമുക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നമ്മൾ പ്രവൃത്തിയിലൂടെ ഈശോയെ പ്രഘോഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ വായിലൂടെ പറയുകയും പ്രവൃത്തിയിലൂടെ ഇല്ല എങ്കിലും ഭയങ്കര പാടാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഒരുപാട് കുറവുകളും പോരായ്മ ഉണ്ടായിരുന്നിട്ടും കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ പാപങ്ങളുടെ അവസ്ഥകളും എൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളും എൻ്റെ മാനസികമായ നമുക്ക് ഏറ്റവും മുറിവുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ദൈവത്തിനോട് പോവാം അങ്ങനെയൊന്നുമില്ല. പെർഫെക്ഷൻ ഒന്നും സ്പിരിച്വാലിറ്റിയിലില്ല. ഇംപെർഫെക്ഷൻസ് തന്നെയാണ് നമ്മളെ ക്രിസ്തുവുമായിട്ട് ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ അവനിൽ നിന്നും അനുഗ്രഹം മേടിക്കുക. അതിനാണല്ലോ ഗ്രേസ് എന്ന് പറയുന്നത്. എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ചെയ്യുന്നതല്ലല്ലോ. ദൈവം നിങ്ങളെ കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നിങ്ങൾ സധൈര്യം നേരിടുക. നിങ്ങൾ ഭയന്ന് ഓടി ഒളിക്കുന്ന ഒരു ഇടമായിട്ട് നിങ്ങളുടെ ഭക്തി ജീവിതമോ സ്പിരിച്വാലിറ്റിയോ മാറാതിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി നേരിടാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ച്, ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ച് ചെയ്യില്ലായിരുന്നു. ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കും, ഞാനൊരു മെസ്സേജിന് വേണ്ടി കാത്തിരിക്കും, ഞാനൊരു വിഷന് വേണ്ടി കാത്തിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പം ഞാൻ തന്നെ ആലോചിക്കും, ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക, അതങ്ങോട്ട് ചെയ്യാം. അങ്ങനെ ഒരു പ്രാപ്തി എനിക്ക് തന്നത് എൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്, അല്ലെങ്കിൽ ഈശോയോടുള്ള ബന്ധമാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം പറയുന്നത്. നിങ്ങൾക്ക് തന്ന ജീവിതത്തിന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടെ അധ്വാനിക്കുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കണം. ആമേൻ.